രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. CNGക്ക് കിലോ 2 രൂപയാണ് കൂട്ടിയത്. ഈ ആഴ്ചയിൽ തന്നെ രണ്ടാം തവണയാണ് CNG വില വർദ്ധിപ്പിക്കുന്നത്. റഷീദിലേക്ക് വരാം. എന്തായാലും CNG വില കൂടെ കൂട്ടിയിരിക്കുന്നു. ഇന്ധനവില ഇങ്ങനെ അടിക്കടി കൂട്ടുന്ന പ്രവണത കേന്ദ്രം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ CNGക്ക് കിലോയ്ക്ക് 2 രൂപ കൂട്ടിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് ഇതിപ്പോൾ വില കൂട്ടിയത്. അതിനുശേഷം ഈ ആഴ്ച വരുമ്പോൾ വീണ്ടും ഒരു വില വർധനയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. പെട്രോൾ, ഡീസൽ ഉൽപ്പന്നങ്ങൾ, ഒപ്പം തന്നെ CNG അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം പലതരത്തിൽ പല മേഖലകളിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യം കൂടി സംജാതമാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യമാണ് ഈ വിലക്കയറ്റത്തിന്റെ കാരണമായി പറയുന്നത് എന്നുള്ളത് കൂടിയാണ്. കാരണം അത്തരത്തിലുള്ള ഒരു പ്രശ്നം അതിപ്പോഴും സങ്കീർണമായി തന്നെ തുടരുകയാണ്. അപ്പോൾ ഇനിയും വില വർധന ഉണ്ടാകുമോ, ഇതൊരു പ്രവണതയായി തന്നെ ഇനിയും ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക പൊതുവെ ഉണ്ട്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു തവണ വില കൂട്ടിയത്. വീണ്ടും ഒരു കിലോയ്ക്ക് 2 രൂപ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. വലിയ വിലക്കയറ്റം പൊതുവെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇങ്ങനെ അടിക്കടി ഈ വില വർധന ഉണ്ടാകുന്നത്, അല്ലേ? ജിൽസി, സാധാരണക്കാരന് കനത്ത തിരിച്ചടി വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഈ മാസം 5ാം തവണയാണ് രാജ്യത്ത് ഇന്ധനത്തിന് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. CNGക്ക് 2 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഡൽഹിയിലെ CNG വില 85 കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഫരീദാബാദ്, ഗാസിയാബാദ് തുടങ്ങിയ മേഖലകളിൽ 95ലേക്കാണ് CNGയുടെ വില എത്തിയിരിക്കുന്നത്. ഇങ്ങനെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ചും കൊൽക്കത്ത, മുംബൈ അടക്കമുള്ള മെട്രോപൊളിറ്റീഷ്യൻ മേഖലകളിലൊക്കെ തന്നെയും വലിയ തോതിൽ വിലമാറ്റം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന CNG വാഹനങ്ങളാണ്. പ്രത്യേകിച്ചും ഓട്ടോ ടാക്സി ജീവനക്കാരാണ് ഇത്തരത്തിൽ CNG വാഹനങ്ങൾ വലിയ തോതിൽ ഉപയോഗിക്കുകയും അവരുടെ ജീവിത മാർഗമായി തന്നെ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇത് കനത്ത തിരിച്ചടിയും ആവുകയും ചെയ്യുക. എന്തായാലും ഇനി വലിയ വിലക്കയറ്റത്തിലേക്ക് രാജ്യം കടക്കുമോ എന്നൊരു കടുത്ത ആശങ്കകൾ കൂടി ഇപ്പോൾ ജനങ്ങൾ പങ്കുവെക്കുകയാണ്. കാരണം ഇന്ധനത്തിന് വില കൂടുമ്പോൾ സ്വാഭാവികമായും ഈ മേഖലകളിലൊക്കെ തന്നെ, അതായത് സമസ്യ മേഖലകളിലും വലിയ വിലവർദ്ധനവിന് സാധ്യതയുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ആശങ്കകൾ കൂടി ഇപ്പോൾ ജനങ്ങൾ പങ്കുവെക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മെട്രോപൊളിറ്റീഷ്യൻ മേഖലകളിൽ ഉള്ള വിലവർദ്ധനവിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഡൽഹിയിലെ വിലവർദ്ധനവ് 85.09 ഉയർന്നിരിക്കുന്നു. അതോടൊപ്പം ഗാസിയാബാദ്, മറ്റു മേഖലകളിലൊക്കെ തന്നെയും സമാനമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച വലിയൊരു ആശങ്ക കൂടി ഇപ്പോൾ നിലനിൽക്കുകയാണ്.